വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. 7 പേർ കൊല്ലപ്പെട്ടു. തകർന്നത് ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്റർ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പുറപ്പെട്ടു. കാനഡയിൽ G7 ഉച്ചകോടി നാളെ. സെപ്രസും ക്രൊയേഷ്യയും സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ പര്യടനം. ഇറാനെതിരെ ആക്രമണ വർഷവുമായി ഇസ്രയേൽ. എണ്ണപ്പാടവും റിഫൈനറിയും തകർത്തു. തിരിച്ചടി ഉടൻ ഇറാൻ. യുഎസിന്റെ സൈനിക നടപടി ആവശ്യപ്പെട്ട് ഇസ്രയേൽ. നയതന്ത്ര നീക്കം വേണമെന്ന് അമേരിക്ക. ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് പാകിസ്ഥാൻ. ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. യമനെയും പലസ്തീനെയും ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായും ഖ്വാജ. കശ്മീരിലെ പൂഞ്ചിൽ ഭീകരർക്കായി വ്യാപക റെയ്ഡ്. തിരച്ചിൽ പാക് ബന്ധമുള്ള ഭീകരർക്കായി. പോലീസ് പരിശോധന 8 ഇടങ്ങളിൽ. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച 31 പേരെ തിരിച്ചറിഞ്ഞു. വിമാനം തകർന്നു വീണ സ്ഥലത്ത് പരിശോധന തുടരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതിയുടെ ആദ്യ യോഗം നാളെ. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനു നേരെ CPM കയ്യേറ്റ ശ്രമം. ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം. മഴയത്ത് തകർന്ന വീട് സന്ദർശിക്കാനെത്തിയപ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. അപകടകരമായ സാഹചര്യമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. റിപ്പോർട്ടുകളിലേക്ക്. കേദാർനാഥിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ പൈലറ്റ് ഉൾപ്പെടെ 7 പേരെ കാണാനില്ല. 5 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ദാരുണമായ വാർത്തയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അനുശോചിച്ചു. NDF-ഉം പ്രാദേശിക ഭരണകൂടവും രക്ഷാപ്രവർത്തനം നടത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. കേദാർനാഥിൽ നിന്നും തീർത്ഥാടകരുമായി ഗുപ്തകാശിയിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്ററാണ് രാവിലെ 5:20 അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഗൗരിഖുണ്ടിലാണ് സംഭവം. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആര്യൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. NDRF, SDRF സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മരണപ്പെട്ടവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നതായി എക്സിൽ കുറിച്ചു. ജൂൺ 7-ന് കേദാർനാഥിൽ മറ്റൊരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് ഹൈവേയിൽ ഇറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ജനം, ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. 31 സാമ്പിളുകൾ ഇതുവരെ പോസിറ്റീവായി. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത R നായരുടെ സഹോദരനും അഹമ്മദാബാദിലുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹവും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് DNA പരിശോധന തുടരുന്നത്. DNA സാമ്പിളുകൾ മാച്ചാകുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിയതിനാൽ DNA പരിശോധന അനിവാര്യമാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധന പൂർത്തിയായില്ല. രഞ്ജിതയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെത്തി സാമ്പിൾ നൽകിയിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടില്ല. DNA പരിശോധനയ്ക്കായി എത്തുന്ന മരിച്ചവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ 230 അംഗ ടീമിനെ ഗുജറാത്ത് സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം വൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും 171 നമ്പർ വിമാനം ഒഴിവാക്കി. 2020-ൽ കോഴിക്കോട് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനവും ആ നമ്പർ ഒഴിവാക്കിയിരുന്നു. ജനം, ഡൽഹി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഇന്ധനം കുറവായതോടെ പൈലറ്റ് അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. F-35 എന്ന യുദ്ധവിമാനമാണ് ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു.
ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. സമുദ്രതീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനമാണിത്. പരിശീലന പറക്കലിന് ശേഷം തിരികെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ പ്രക്ഷുബ്ധമായതിനാൽ ലാൻഡിങ്ങിന് സാധിക്കാതെ വരികയും പലയാവർത്തി വട്ടമിട്ട് പറക്കുകയും ചെയ്തു. ഇതിനിടെ ഇന്ധനം തീർന്നതോടെയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യുദ്ധവിമാനം ഇറക്കിയത്. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ശേഷം പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി വിമാനം ബ്രിട്ടനിലേക്ക് പറക്കും. ജനം, തിരുവനന്തപുരം. സുരക്ഷിത വിമാനത്താവളം എന്ന് പേര് കേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷികൾ. ഈ വർഷം മാത്രം 10 തവണയാണ് ലാൻഡിംഗ് വിമാനങ്ങളിൽ പക്ഷിയിടിച്ച് തകരാറുണ്ടായത്. അറവു മാലിന്യങ്ങൾ തള്ളുന്നത് വഴി പക്ഷികൾ കൂട്ടമായി എത്തുന്നതും കോർപ്പറേഷൻ പിടിപ്പുകേടും അപകടത്തെ വിളിച്ചു വരുത്തുകയാണ്. അതീവ സുരക്ഷിതമായ വിമാനത്താവളം എന്ന് പേര് കേട്ടതാണ് തിരുവനന്തപുരം വിമാനത്താവളം. പല അടിയന്തര ലാൻഡിംഗ് ഉൾപ്പെടെ നടന്ന തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്ന്. പക്ഷേ അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ ആശങ്കയുടെ നാളുകളാണ് തലസ്ഥാനവാസികൾക്ക്. ഏതു കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കാൻ കഴിയുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് റൺവേയിൽ പക്ഷിശല്യം രൂക്ഷമാണ്. ഈ വർഷം ഇതുവരെ മാത്രം 10 തവണയാണ് ലാൻഡിംഗ് സമയത്ത് വിമാനങ്ങളിൽ പക്ഷികളിടിച്ച് തകരാറുകൾ ഉണ്ടായത്. നഗരസഭാ മേഖലയിലെ പലയിടങ്ങളിൽ നിന്നുള്ള അറവു മാലിന്യങ്ങൾ അടക്കം വിമാനത്താവള പരിസരത്ത് കൊണ്ടിടുന്നത് പക്ഷിശല്യത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ അലംഭാവം നടത്തുന്നുവെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കി. മാലിന്യ പ്രശ്നം ഇത് രൂക്ഷമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും നഗരസഭ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അപകടകരമായിട്ടുള്ള അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വിഷയം, ആ പ്രശ്നം, ആ അപകടം നമുക്ക് ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ അഹമ്മദാബാദിലെ അപകടം, ദുരന്തം കഴിഞ്ഞ സമയത്ത് ഇത് ശരിക്കും ഈ പക്ഷിയിടിയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ നഗരവാസികൾക്ക് വലിയ ആശങ്കയാണ്. അവർ അപകടം നേരിടേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ്. രാജ്യാന്തര വിമാനത്താവളത്തിൽ പക്ഷികൾ പതിവായി വിമാനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പക്ഷികളെ മാറ്റാനുള്ള നടപടികൾ മന്ദഗതിയിലാണ്. വിമാനത്താവളത്തിന് സമീപത്തെ മീൻ, ഇറച്ചി വ്യാപാരത്തിന്റെ ഭാഗമായാണ് കൂട്ടമായി പക്ഷികൾ പറന്നിറങ്ങുന്നത്. കുന്നുകുഴി ആധുനിക അറവുശാല നിർമ്മിച്ച് നഗരത്തിലെ കശാപ്പ് ജോലികൾ അവിടേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും അതുണ്ടായില്ല. മാലിന്യ കൂമ്പാരം കിടക്കുന്നത് കൊണ്ടാണ് ഈ പക്ഷികൾ അവിടെ കൂടുന്നതും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അറവുശാല കുന്നുകുഴിയിലേക്ക് മാറ്റണമെന്നുള്ള തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പൂർണ്ണമായും അതും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കോർപ്പറേഷൻ്റെ പല അനാസ്ഥകളും ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു അനാസ്ഥയാണ്. പക്ഷേ ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് അടിയന്തരമായി കോർപ്പറേഷൻ പരിഹരിക്കണം. കാക്ക, പരുന്ത്, മൂങ്ങ, കൊക്ക ഉൾപ്പെടെ റൺവേകളിൽ പറക്കുന്നത് ഇവിടേക്ക് വിമാനം ഇറക്കുകയും വിമാനം ഉയർത്തുകയും ചെയ്യുന്ന പൈലറ്റുമാർക്ക് ഭീഷണിയാവുകയാണ്. ഒരു അപകടം വന്നിട്ടാണോ പരിഹാരം കാണേണ്ടതെന്ന് നഗരസഭയും അധികൃതരും ഇനിയെങ്കിലും ചിന്തിക്കണം. ജനം, തിരുവനന്തപുരം. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. സെപ്രസിലേക്കാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. പിന്നീട് കാനഡയിലേക്ക് തിരിക്കുന്ന അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ക്രൊയേഷ്യൻ സന്ദർശനം കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചെത്തുക. സെപ്രസ് സന്ദർശനം ഏറെ അന്താരാഷ്ട്രീയ പ്രാധാന്യമുള്ളതുകൂടിയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ ഇന്നലെയും നടത്തി. ഇറാനിലെ എണ്ണ റിഫൈനറികളും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ 4 പേർ കൊല്ലപ്പെടുകയും 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇറാൻ പൗരന്മാർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് മാത്രമല്ല, യമനും പലസ്തീനും ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായും ഖ്വാജ പറയുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഖ്വാജ പറഞ്ഞു വെക്കുന്നത്?
ഖ്വാജ ആസിഫിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇസ്ലാമിക കൂട്ടുകെട്ട് സൃഷ്ടിച്ചെടുക്കുക, ശക്തമായി അതിനെ നിലനിർത്തുക എന്ന ലക്ഷ്യം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ്. അത് പാകിസ്ഥാന് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നതും നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ ഈ കൂട്ടുകെട്ടുണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇറാനെതിരായ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നൊരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പറച്ചിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്, തുറന്നു പറച്ചിൽ കൂടി ഉണ്ടായിരിക്കുന്നത് ഈ പാലസ്തീനെയും യമനെയും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു എന്നും അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്നും ചില ദുരൂഹതകൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു നിലപാട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ തന്നെ ഇത്തരത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം രൂപീകരിക്കാനുള്ളൊരു നീക്കം നടത്തുമ്പോൾ അത് ആഗോളതലത്തിൽ ചില വിലപേശലുകൾക്കുള്ള നീക്കങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അദ്ദേഹം തന്നെ പറയുന്നു, ഒന്നിച്ചു നിൽക്കാത്തതിനാൽ പലയിടത്തും ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു നിലപാടാണ്. മാത്രമല്ല, ആഗോള ഇസ്ലാമിക് കോപ്പറേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ ചേർന്ന് പ്രമേയം പാസ്സാക്കണം ഇസ്രായേലിനെതിരെ എന്നതാണ് മറ്റൊരാവശ്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇറാൻ ആക്രമണത്തെ ഒരു വർഗീയ സ്വഭാവത്തോടെ അല്ലെങ്കിൽ ഒരു മുസ്ലിമുകൾക്കെതിരായ ഇസ്ലാം വിഭാഗത്തിനെതിരായ ഒരു ആക്രമണമായി കണക്കാക്കി ആ രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, അത്തരത്തിലൊരു ലോകക്രമത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നത് നീക്കത്തിൻ്റെ മുന്നോടിയായാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കം ലോകത്തിൻ്റെ പുരോഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നൊരു നീക്കമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിൻ്റെ ഇറാനെതിരായ ആക്രമണത്തെ പ്രതിരോധിക്കണമെന്നൊരാവശ്യമാണ് ഖ്വാജ ആസിഫ് മുന്നോട്ട് വയ്ക്കുകയും മാത്രമല്ല ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. ഇത്തരത്തിലൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ നീക്കമെന്നാണ് ആ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ദേവിക. ഇസ്രയേലിന് പിന്തുണ അറിയിച്ച ലണ്ടനിലെ ജനങ്ങൾ ഇറാൻ എംബസിക്ക് മുന്നിൽ ഇസ്രയേൽ പതാക സ്ഥാപിച്ചാണ് ജനങ്ങൾ പിന്തുണ അറിയിച്ചത്. ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനരോഷം ആളിക്കത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കശ്മീരിലെ പൂഞ്ചിൽ ഭീകരർക്കായി വ്യാപക റെയ്ഡ്. പാക് ബന്ധമുള്ള ഭീകരർക്കായാണ് തിരച്ചിൽ നടക്കുന്നത്. പൂഞ്ച് ജില്ലയിലെ 8 ഇടങ്ങളിലാണ് ജമ്മുകശ്മീർ പോലീസ് പരിശോധന നടത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് നടത്തിയ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം വിജയകരം. ISROയും ടെസ്റ്റെക് ഇന്ത്യയും ചേർന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ആദ്യമായാണ് റോക്കറ്റ് വഴി സാറ്റലൈറ്റ് പേലോഡ് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ഇന്ന് നടക്കുന്ന ആർമി ദിന ആഘോഷങ്ങളിലേക്ക് വിദേശ സൈനിക മേധാവികളെ ക്ഷണിച്ചിട്ടില്ല എന്ന് അമേരിക്ക. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ സൈനിക ദിന പരിപാടിയിലേക്ക് ക്ഷണിച്ചെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംഭവം തെറ്റായ പ്രചരണമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യാജ പ്രചരണം സർക്കാരിനെതിരെ ആയുധമായി പ്രയോഗിച്ചിരുന്നു. ഇനി നിലമ്പൂരിലേക്കാണ് അംഗം മുറുകുന്നത്. കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഏറ്റവും അപകടകരമായ സാഹചര്യമാണിത്, അതാണ് BJP ചൂണ്ടിക്കാട്ടുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അരുവാക്കോട് കോളനിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി അഡ്മിനിസ്ട്രേഷനിൽ കയറിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് വഴി മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ ശ്രമിക്കുന്നു. അത് ഒരു വലിയൊരു ഡേഞ്ചറസ് കാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിനെ എതിർക്കാൻ ഞങ്ങൾ സംസാരിക്കും. അവർ നീതിവിരോധവും കോൺസ്റ്റിറ്റ്യൂഷൻ വിരോധം എന്തെങ്കിലും ചെയ്താൽ അതിന് ഞങ്ങൾ ചെയ്യും. അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യും.
ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ പ്രിയങ്ക നിലപാട് വ്യക്തമാക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. കോൺഗ്രസിന്റെ ദേശീയ നയമാണോ ഇതെന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. പിന്നെ എന്തിനാണ് ഇന്ദിരാഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം ഗവർണറുമൊക്കെ ആയിരുന്ന കുമ്മനം രാജശേഖരൻ അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് ചർച്ചയാവുന്നത്? BJP എന്താണ് ഉയർത്തിക്കാട്ടുന്നത്? ഈ നിലമ്പൂർ നിയോജക മണ്ഡലം എങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കവളപ്പാറ വരെ പോയാൽ മതി. കവളപ്പാറയിൽ ആണ് നമ്മുടെ മനസ്സിനെ നോവിപ്പിച്ച മനുഷ്യ മനസ്സാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായത്. അത് ദുരന്തമുണ്ടായി ഇത്രയും നാളുകളായി. 2019 ദുരന്തമാണ്. ഏതാണ്ട് 59 പേർ മരിച്ചതാണ്. 48 മൃതദേഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവർ എടുത്ത ബാങ്ക് വായ്പയിന്മേൽ ഇപ്പോൾ ഈട് കൊടുത്തിരുന്ന ഭൂമിയിന്മേൽ ഇപ്പോൾ റിക്കവറി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വന്തമായ ഭൂമിയിലേക്ക് പ്രവേശിക്കാനും വയ്യ. ആ ഭൂമി റിക്കവർ ചെയ്യാനായിട്ട് ബാങ്ക് അധികൃതർ ശ്രമിക്കുന്നു. അങ്ങനെ വലിയൊരു ദുരിതത്തിലാണ്. അവർ ഇന്നേ വരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. 5 ഏക്കറും 3 ഏക്കറും 2 ഏക്കറും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താൽക്കാലികമായ വീടുകൾ വെച്ച് താമസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ എത്രയോ പാലങ്ങൾ തകർന്നുപോയി. ആ പാലങ്ങളൊന്നും ഇതേവരെ പുനരുദ്ധരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായാൽ, അതുപോലെ ഉരുൾപൊട്ടലുണ്ടായാൽ, ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ അതിനിരയായിത്തീരുന്നവരുടെ ജീവിതം ദുസ്സഹമാണ്. ഇന്നും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ സമൂഹം ഏറ്റവും കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണിത്. 169 പട്ടികവർഗ കോളനികൾ, കൂരികൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. മാത്രവുമല്ല, ഏറ്റവും അധികം ഇന്ന് പഠന വിധേയമായിരിക്കുന്ന, കാട്ടിൽ മാത്രം ഗുഹയിൽ കഴിയുന്ന ചോലനായ്ക്കർ അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അവരുടെയൊക്കെ ജീവിതത്തിന് നിലവാരം ഒന്ന് ഉയർത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക എന്നുള്ളൂ. നല്ല തൊഴിൽ വേണം, വീട് വേണം, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, ചെയ്യാനൊരു തൊഴിൽ വേണം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടാവണം, ശൗചാലയങ്ങളുണ്ടാകണം. കേന്ദ്ര സർക്കാർ ശൗചാലയങ്ങൾ പണിയാൻ വേണ്ടി എത്രയോ കോടിക്കണക്കിന് രൂപ ഈ കേരള ഗവൺമെൻറ്റിന് കൊടുത്തു. ഞാനിപ്പോൾ ഈ ഊരുകളിലെല്ലാം പോയപ്പോഴാണ് അറിയുന്നത് അവിടെയെങ്കിലും ശൗചാലയങ്ങളില്ലാത്ത എത്രയോ സ്ഥലം. വാസ്തവത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ഈ പ്രദേശത്തിൻ്റെ ഉന്നമനമാണ്, ഉയർച്ചയാണ് അവർക്ക് വേണ്ടത്, വികസനമാണ് വേണ്ടത്. VD സതീശനും പിണറായി വിജയനും വികസനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവരാണ് 67 വർഷക്കാലമായി മാറി മാറി ഇവിടെ MLA-മാരെ ജയിപ്പിച്ചു വിട്ടത്, MP-മാരെ ജയിപ്പിച്ചു വിട്ടത്. അവർക്കാർക്കും ഇത് ചർച്ചയാകുന്നതിൽ യാതൊരു വിധത്തെ താല്പര്യമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കക്ഷി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വാശിയേറിയ ചർച്ചകളാണ് നടക്കുന്നത്. ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നു, ആ ആൾ ഇവരെ കുറ്റപ്പെടുത്തുന്നു. ആരാണ് വർഗീയ കക്ഷി? 2 കൂട്ടരും വർഗീയ കക്ഷിയെ താലോലിക്കുന്നവരാണ്. വർഗീയതയ്ക്ക് ഇവിടെ വളം വെച്ചു കൊടുത്ത്, തേനും പാലും പഴവും കൊടുത്ത് തൊട്ടിയിലിട്ട് താരാട്ടുപാട്ടി വളർത്തിയവരാണ് കോൺഗ്രസും CPM-ഉം. അവർക്ക് വർഗീയതയ്ക്കെതിരെ പറയാൻ ഒരു അവകാശവുമില്ല. അതുകൊണ്ട് ഈ മത്സരം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ ആദർശ രാഷ്ട്രീയവും തമ്മിലാണ്. ആദർശ രാഷ്ട്രീയമാണ് NDA ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം വികസനം വികസനം, ഒരു വികസിത നിലമ്പൂരാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ടുവരണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അതാണ് ആവശ്യം. പാലങ്ങൾ പണിയണം, റോഡുകൾ പണിയണം, ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാവണം. അത് ഇവിടെ റെയിൽ സൗകര്യങ്ങൾ വരെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരണം. അതൊന്നും ഇവിടെ ഇന്നേ വരെ എത്തിച്ചിട്ടില്ല. ഇവർ തമ്മിൽ പ്രധാനമായിട്ടും ഈ ജനകീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. പകരം ജമാഅത്ത് ഇസ്ലാമി വർഗീയ കക്ഷിയല്ല എന്ന് സതീശൻ പറയുന്നു, PDP വർഗീയ കക്ഷിയല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഉൾപ്പെടെ വരികയാണ്. അപ്പോൾ എന്താണ് NDAക്ക് പ്രിയങ്കയോട് ഉൾപ്പെടെ ഈ കാര്യത്തിലൊക്കെ ചോദിക്കാറുണ്ട്? പ്രിയങ്കയാണ് വാസ്തവത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ 2 പ്രാവശ്യം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. 2 പ്രാവശ്യം ദേശവിരുദ്ധ രാജ്യദ്രോഹ ശക്തികൾ, വർഗീയ കക്ഷികൾ എന്ന് പറഞ്ഞ് വർഗീയ വിദ്വേഷമുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ നരസിംഹറാവുവും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അതേക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട്? ആ വർഗീയ കക്ഷി എന്ന് പറഞ്ഞിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ നിലമ്പൂരിൽ
ഇവിടെ പൂമാലയിട്ട് സ്വീകരിച്ച് തങ്ങളോടൊപ്പം ഇരുത്തി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട്? അത് കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെമ്പാടുമുള്ള ജനങ്ങൾ വർഗീയതയെ ചെറുത്ത് തോൽപ്പിച്ച് നാടിനെ രക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ദേശസ്നേഹികൾ, ദേശീയവാദികൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ദേശീയ നയം എന്താണ്? ദേശീയ നയമാണ് പറയേണ്ടത്, നിലമ്പൂരിലെ നയമല്ല. ദേശീയ നയം എന്താണ് എന്ന് വെട്ടിത്തുറന്ന് ഇവിടുത്തെ വോട്ടർമാരോട് പറയാൻ തയ്യാറാവണം. ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവരുടെ വാഹനം പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വഴിതിരിക്കുകയാണ്, മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ പ്രവർത്തനം സുതാര്യമാണോ? ട്രാൻസ്പെറൻസി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങളുടെ വാഹനം പരിശോധിക്കും, അത് വി.ഡി. സതീശൻ്റെ വാഹനവും പരിശോധിക്കും. അതിനെന്താ കുറ്റം? ഞാൻ പറയുന്നു, NDAയുടെ നേതാക്കളുടെ ആരുടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ. അതിനെന്താ? ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഞങ്ങളിവിടെ ധാരാളിത്തമോ പ്രൗഢിയോ അല്ലെങ്കിൽ ധൂർത്തോ ഒന്നും കാണിക്കുന്നില്ല. കോൺഗ്രസ് ഭയപ്പെടുകയാണ്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. CPM-ഉം ഭയപ്പെടുകയാണ്. എന്താ അവരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കാതെ? അവരുടെ വാഹനങ്ങൾ പരിശോധിക്കാതിരിക്കുകയും കോൺഗ്രസിൻ്റെ വാഹനം മാത്രം പരിശോധിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റായ സുതാര്യമായ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിനും CPM-നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. അങ്ങനെയാണ്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കാര്യത്തിൽ പ്രിയങ്കയുടെ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് എന്താണ്, നയം എന്താണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കണം എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ. നിലമ്പൂരിൽ മഴയത്ത് തകർന്നു വീണ വീട് സന്ദർശിക്കാനെത്തിയ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നേരെ CPM കയ്യേറ്റ ശ്രമം. CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റ ശ്രമം നടന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല എന്ന് NDA സ്ഥാനാർത്ഥിക്ക് മുൻപാകെ വീട്ടുകാർ പരാതി പറഞ്ഞതാണ് CPM പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോട് ചോദിച്ചറിയുന്നതിനിടെയായിരുന്നു സംഭവം. ശിവദാസ് കർമ്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, NDA സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ദേവിക, ഇന്ന് രാവിലെ ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. കുറുമ്പലക്കോട് കാവുംപാടം 4 സെന്റ് നഗറിലാണ് ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥി പര്യടനത്തിന് എത്തിയപ്പോൾ ചില CPM പ്രവർത്തകർ അത് തടഞ്ഞത്. അതായത് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ NDA സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് നടന്നിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഭാഗത്ത് ഒരു പ്രചാരണത്തിനെത്തി. ഈ സമയത്ത് പാലമ്പര ലക്ഷ്മി കുമാർ ദമ്പതികളുടെ വീട്ടിലേക്കും ഇവർ എത്തി. ഈ സമയത്ത് ഇവരുടെ വീട് തകർന്നിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇവരുടെ വീട് തകർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. അതായത് നിലവിൽ ഈ വീട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ആ വീട് അനുവദിച്ച് നൽകിയിട്ടില്ല. പഴയ വീടാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും അടക്കം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും റെഡ് അലർട്ടാണ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ വീട് ഏറെക്കുറെ തകർന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് അറിയുകയാണ് ഈ NDA സ്ഥാനാർത്ഥി ചെയ്തിരുന്നത്. ഈ സമയത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും തങ്ങൾക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം അവർ സൂചിപ്പിച്ചു, ഈ ദമ്പതികൾ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായതും ഈ സ്ഥാനാർത്ഥിക്കും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആളുകൾക്ക് നേരെയും ഒരു കയ്യേറ്റ ശ്രമവും നടന്നത്. പിന്നീട് ഈ നാട്ടുകാർ തന്നെ കൂടിച്ചേർന്ന് ഇവരെ തടഞ്ഞ് മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും സ്വതന്ത്രമായ ഒരു പ്രചാരണത്തിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. നിലമ്പൂരിലെ കുറുമ്പലക്കോട് കാവുംപാടം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ദേവിക, ശരി. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും മുൻ MLA-യുമായ M സ്വരാജിന്റെ ഭാര്യയ്ക്കായി വഴിവിട്ട നീക്കവുമായി കണ്ണൂർ സർവകലാശാല. സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് PhD നേടാനായി ചരിത്രത്തിലാദ്യമായി മെഴ്സി ചാൻസ് നൽകിയിരിക്കുകയാണ് സർവകലാശാല. 1 ലക്ഷം രൂപ പിഴ അടച്ച് PhD നേടാനാണ് അവസരം.
സ്വരാജിന്റെ ഭാര്യയ്ക്കായി ചട്ടങ്ങൾ മാറ്റിയതായി ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം 50 വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകളും പുറത്ത്. 1 ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും PhD നൽകാമെന്ന പുതിയ ഒരു വിവാദത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാല. 2008 PhD ബിരുദം നേടുന്നതിന് കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത CPM നേതാവ് M. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നിശ്ചിത പിഴ അടച്ച് തിരക്കിട്ട് തയ്യാറാക്കിയ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തി 5 മാസത്തിനുള്ളിൽ PhD ബിരുദം നേടി. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നെറ്റ് യോഗ്യത നേടിയിട്ടില്ല. അധ്യാപക നിയമനത്തിന് PhD അനിവാര്യമാണ്. ഇതിനായാണ് തിരക്കിട്ട നീക്കങ്ങൾ. BA, LLB തുടങ്ങിയ പരീക്ഷകൾക്ക് സിലബസ് മാറ്റം വരുമ്പോൾ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഴ്സി ചാൻസ് പരീക്ഷകൾ സർവകലാശാലകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ PhD മെഴ്സി ചാൻസ് ആയിട്ട് നൽകുന്നത് കേരളത്തിൽ ഒരു സർവകലാശാലയുമല്ല, കണ്ണൂർ സർവകലാശാല മാത്രമാണ്. ഇതും പ്രഥമമായാണ് 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ മുൻകാലങ്ങളിൽ PhDക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് പ്രബന്ധം അവതരിപ്പിച്ചാൽ PhD നൽകാമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ഇത് മുൻ MLA കൂടിയായിരുന്ന M. സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് PhD ലഭിക്കുന്നതിന് വേണ്ടിയാക്കിയ പ്രത്യേക നിയമമാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ പരിചയസമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർത്തിയതെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. 2008 കണ്ണൂർ സർവകലാശാലയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്ത് ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വരാജിന്റെ ഭാര്യയ്ക്ക് മേഴ്സി ചാൻസിന്റെ ആനുകൂല്യം നൽകി തിസീസ് സ്വീകരിച്ചാണ് PhD ബിരുദം അവാർഡ് ചെയ്തത്. വിഷയത്തിൽ നിയമവിരുദ്ധമായി സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് സർവകലാശാല നൽകിയ PhD ബിരുദം റദ്ദാക്കണമെന്നും കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നൽകിയ PhD ബിരുദങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വഴിവിട്ട സഹായവുമായി സർക്കാർ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നവീകരണത്തിന് 2 ലക്ഷം രൂപ അനുവദിച്ച വിനോദസഞ്ചാര വകുപ്പ്. വിനോദസഞ്ചാര വകുപ്പ് പണം അനുവദിച്ചിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നവീകരണത്തിന് പിന്നാലെ പുറത്തിറക്കുന്ന സുവനീറിൽ പരസ്യം നൽകുന്നതിന്റെ പേരിലാണ് പണം അനുവദിച്ചത്. ടൂറിസം വകുപ്പിന്റെ പരസ്യം ഉൾപ്പെടുത്തുന്നതിനാണ് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് 2 ലക്ഷം രൂപ നൽകുന്നത്. പുതിയ മന്ദിര നിർമ്മാണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിലേക്ക് പരസ്യം നൽകണമെന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ MDയും സുവനീർ കമ്മിറ്റി കൺവീനറും ടൂറിസം വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കണമെന്ന് കാട്ടി ടൂറിസം വകുപ്പ് ഡയറക്ടർ ജൂൺ 2 സർക്കാരിന് ശുപാർശ നൽകി. ശുപാർശ കിട്ടി കൃത്യം 7-ാം ദിവസം ജൂൺ 9 പണം നൽകുന്നതിനുള്ള ഉത്തരവും പുറത്തിറങ്ങി. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആശമാർക്കുമൊന്നും നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുന്ന സമീപനം ആവർത്തിക്കുകയാണെന്നതാണ് കൗതുകകരം. ജനം, തിരുവനന്തപുരം. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചു. രാവിലെ 10 മണിയോടെയാണ് ഖത്തർ എയർവേസ് വിമാനത്തിൽ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ആംബുലൻസുകളിലെത്തി മന്ത്രി P. രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹറിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ 7 വയസ്സുള്ള ടയറ റോഡിക്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിച്ചത്. ഖത്തർ എയർവേസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങി. മന്ത്രി P. രാജീവ് ആംബുലൻസുകളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിമാനത്താവളത്തിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും സമയം വൈകിയതിനാൽ പിന്നീട് മാറ്റി. ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ പരിക്കേറ്റ അടുത്ത ബന്ധുക്കളും ഇതേ വിമാനത്തിലെത്തിയിരുന്നു. പരിക്കേറ്റവരുമായും മന്ത്രി സംസാരിച്ചു. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റി. എമിഗ്രേഷൻ നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നുവെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ആംബുലൻസിൽ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് ആദരവ് നൽകിയത്. അപ്പോൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ എയർപോർട്ട് ചെയ്തു കൊടുത്തു. മറ്റു സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റു പൊതുദർശനം അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ്. ഒപ്പം വരുന്ന ബന്ധുക്കൾക്ക് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന ആരോഗ്യ സംബന്ധമായ മുൻകരുതൽ നിബന്ധനയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. ജൂൺ 9 ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയാണ് 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. നെയ്റോബിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നെഹ്റൂവിലായിരുന്നു ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു എല്ലാവരും. ജനം, കൊച്ചി.
60,244 പോലീസ് കോൺസ്റ്റബിൾമാർക്ക് നിയമന കത്തുകൾ കൈമാറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലക്നൌവിൽ ഡിഫൻസ് എക്സ്പോ ഗ്രൗണ്ടിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. और तकनीक की कोई ताकत नहीं थी, तकनीक से आप सभी को ताकत मिली है। ट्रांसपेरेंसी से, टेक्नोलॉजी के कारण ट्रांसपेरेंसी से आप सबकी नियुक्ति हुई है। अब कैमरे भी है, कंट्रोल रूम भी है, कमांड सेंटर भी है, पीसीआर वान भी है और 150 से ज्यादा ऑन व्हील एफएसएल के यूनिट भी लोगों को न्याय दिलाने के काम में लगे हैं। आप सभी ने इसी को आगे ले जाना है। सुरक्षा, सेवा और संवेदनशीलता, इस तीनों के मंत्र के साथ आप आगे बढ़ेंगे, इसका मुझे भरोसा है। भाइयों बहनों, भारतीय न्याय संहिता, भारतीय नागरिक सुरक्षा संहिता और भारतीय साक्ष्य अधिनियम, ये तीनों कानून मैं आज आपके सामने बोलकर जाता हूं। 5 साल के अंदर देश में ऐसी स्थिति आएगी कि कोई भी एफआईआर हुआ, वो एफआईआर का सुप्रीम कोर्ट तक न्याय नागरिक को 3 साल के अंदर मिल जाएगा। इस प्रकार की व्यवस्था बनने जा रही है और आप इसका हिस्सा बनने जा रहे हैं। नफीस, सीसीटीएनएस, आईसीजेएस और फोरेंसिक साइंस की सारी सुविधाएं तकनीक के आधार पर न्याय को आगे बढ़ाने की व्यवस्था करनी है। आप जब यूपी पुलिस का हिस्सा बनने जा रहे हो, तब दंगों का गढ़ माने जाने वाला उत्तर प्रदेश दंगा मुक्त हो चुका है। ये परंपरा को आपने आगे बढ़ानी है। यहां पर न्याय का शासन हुआ है, गुंडों का फरमान नहीं चलता, अपराधियों को वीआईपी ट्रीटमेंट नहीं मिलती। ये सारी व्यवस्था को 60,000 युवा आप लोगों ने आगे बढ़ाना है और मोदी जी ने 11 साल के अंदर जो देश को आगे बढ़ाने का काम किया है, उसको 47 के भारत की नींव डालने का काम मेरे सामने बैठे युवाओं ने करना है। इस 11 साल के अंदर 25 करोड़ लोग गरीबी रेखा के बाहर आए, 60 करोड़ लोगों को हर घर में गैस का सिलेंडर, शौचालय, नल से जल, बिजली, 5 किलो मुफ्त अनाज, 5 लाख तक का इलाज और हर किसान को 6,000 रुपया प्रति साल देने का काम नरेंद्र मोदी जी ने कर मोदी जी ने पिछड़े, दलित और आदिवासियों के जीवन में एक नया उजाला भरने का काम किया है। और मित्रों, जब मोदी जी आए, हमारे देश का अर्थतंत्र दुनिया के अर्थतंत्र में 11वें तालिका पर था और आज 11 नंबर से आगे बढ़कर 4थे नंबर तक हम पहुंच चुके हैं। मित्रों, 4थे नंबर पर पहुंच चुके हैं और हम पर 200 साल राज करने वाले अंग्रेज आज अर्थतंत्र की तालिका में हमसे नीचे पहुंचे हैं। और आप युवाओं भरोसा लेकर जाइए, 2027 तक हमारा देश 3रे नंबर का अर्थतंत्र बन जाएगा, दुनिया में 3रे नंबर का अर्थतंत्र। हर युवा को मौका, नई शिक्षा नीति, रोड से जुड़े हुए शहर, 150 से ज्यादा एयरपोर्ट, 143 से ज्यादा शहरों में मेट्रो ट्रेन और युवाओं को कंप्यूटर से लैस कर देश को आगे ले जाने की पूरी कवायद नरेंद्र मोदी जी ने की है।
और सबसे बड़ी बात है, मोदी जी के 11 साल में देश सुरक्षित हुआ है। ये देश के 11 राज्य में नक्सलवाद हुआ करता था, ये 11 साल में 11 राज्य में से नक्सलवाद अब 3 जिलों में बचा है। और मेरी बात याद रखना, 31/3/2026 को ये देश नक्सलवाद से मुक्त हो जाएगा। कांग्रेस के शासन में आए दिन आतंकवादी हमले होते थे। अहमदाबाद, दिल्ली, मुंबई, जयपुर, कोयम्बटूर और कश्मीर की तो बात ही न। मोदी जी के शासन के अंदर पाकिस्तान ने 3 बार प्रयास किया, उरी में किया, पुलवामा में किया और पहलगांव में किया। उरी में किया, सर्जिकल स्ट्राइक की, पुलवामा में किया, एयर स्ट्राइक की और पहलगांव में ऑपरेशन सिंदूर कर कर आतंकियों के मुख्यालय को चूर चूर कर दिया, जमीन में मिला दिया। नरेंद्र मोदी जी ने पूरी दुनिया में एक संदेश भेजा है कि भारतीयों का खून जमीन पर बहाने के लिए नहीं, जो भी ये हिमाकत करेगा उसको दंड दिया जाएगा। और ऑपरेशन सिंदूर ने एक सख्त संदेश पूरी दुनिया में भेजने का काम किया है। और मोदी जी ने इसका नाम शिव शक्ति पॉइंट रखकर हमारे देश का संदेश पूरी दुनिया में दिया, मातृशक्ति का सम्मान किया और कई सारे संस्कृति के पुनर्जीवन के काम नरेंद्र भाई ने। केदारनाथ धाम बना, बद्रीनाथ धाम बना, अयोध्या जी में राम लल्ला विराट मंदिर में विराजमान हो चुके हैं, काशी विश्वनाथ का कॉरिडोर बन चुका है, सोमनाथ का मंदिर सोने का बनने की शुरुआत हो चुकी है, ट्रिपल तलाक समाप्त हो गया है और देश में उत्तराखंड में कॉमन सिविल कोड वाला हमारा पहला राज्य बनाने का काम नरेंद्र मोदी जी के शासन में हुआ। और वक्फ बोर्ड के नाम पर जो अवैध भूमियां कब्जे होती थी, जो भ्रष्टाचार होता था, नया वक्फ कानून, वक्फ की कानी पाई भी कोई चोर न पाए, इतना सख्त कानून बनाने का काम नरेंद्र मोदी जी ने किया है। और उसी वक्त भाइयों बहनों, आप सभी लोग देश के सबसे बड़े पुलिस बल, जिसकी नफरी करीब करीब 4 लाख है, वो पुलिस बल के आज सदस्य बनने जा रहे हैं। पूरा जीवन आपके सामने। कई लोगों ने देश के लिए जीवन समर्पित किया है। मेरा आप सबसे अनुरोध कि उत्तर प्रदेश पुलिस का अभिन्न हिस्सा बनिए। उत्तर प्रदेश पुलिस मतलब आपका डर गुंडागर्दी करने वालों पर, माफियाओं पर सख्त से सख्त होना चाहिए और गरीब, दलित, पिछड़े, आदिवासी, इसको आप में मसीहा दिखाई पड़ना चाहिए। इस तरह से पूरा जीवन उत्तर प्रदेश के माध्यम से आप देश की सेवा करेंगे, इसका मुझे भरोसा है। फिर से एक बार ये पारदर्शी भर्ती प्रक्रिया और समाज के हर वर्ग के समावेश के लिए उत्तर प्रदेश सरकार और उसके मुखिया योगी आदित्यनाथ और उनकी टीम को मैं हृदयपूर्वक बहुत बहुत साधुवाद देता हूं। मेरे साथ दोनों हाथ उठाकर वंदे मातरम का नारा लगाएंगे। उठाइए दोनों हाथ सभी युवा जरा और प्रचंड आवाज से बोलिए, वंदे वंदे वंदे। आप सभी को बहुत बहुत अनंत अनंत शुभकामनाएं, प्रणाम।
അമിത്ഷാ സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിനെതിരെ കോസ്റ്റൽ പോലീസ് അന്വേഷണം നടത്തുന്നത് കാർഗോ മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി. കപ്പൽ ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എങ്കിലും കപ്പൽ ജീവനക്കാർ കോവിഡ് ബാധിച്ച് ക്വാറന്റീനിൽ കഴിയുന്നതിനാൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കപ്പലിലെ ചരക്കുകളുടെയും യാത്രയുടെയും സമഗ്ര വിവരങ്ങൾ ഉൾപ്പെട്ട രേഖയാണ് കാർഗോ മാനിഫെസ്റ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന്റെ അന്വേഷണം. കപ്പലിലെ വിദേശ ജീവനക്കാർ കോവിഡ് ബാധിച്ച് കൊച്ചിയിലെ ഹോട്ടലുകളിൽ ക്വാറന്റീനിൽ കഴിയുന്നതിനാൽ ഇവരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ നടത്തുന്ന അന്വേഷണത്തിന് പുറമെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റൽ പോലീസ് അന്വേഷിക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധം ഉദാസീനമായി കപ്പൽ കൈകാര്യം ചെയ്തെന്ന വകുപ്പാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. കപ്പൽ മാസ്റ്റർ റഷ്യൻ സ്വദേശി അലക്സാണ്ടർ ഇവാനോവ്, ചീഫ് എഞ്ചിനീയർ യുക്രൈൻ സ്വദേശി ചെർണി ഡിലെക്സി, സെക്കൻഡ് എഞ്ചിനീയർ ജോർജിയക്കാരൻ കാക്കിസെ റോമൻ എന്നിവരെ ചോദ്യം ചെയ്യാനാണ് കോസ്റ്റൽ പോലീസിന്റെ ശ്രമം. അതേസമയം MSC എൽസ 3യിലെ കണ്ടെയ്നറുകളിലുള്ള എണ്ണ നീക്കം ചെയ്യാൻ 26 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആക്ഷൻ പ്ലാൻ തയ്യാറായി. സാൽവറുകൾ ഇതിന്റെ രൂപരേഖ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കപ്പലിലെ വോയിസ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള മുങ്ങൽ വിദഗ്ധരുടെ ശ്രമം ഇതുവരെ ഫലം കണ്ടില്ല. ഇത് കിട്ടിയാലേ കപ്പൽ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ജനം, കൊച്ചി. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച സിംഗപ്പൂരിന്റെ വാൻഹായ് 503 കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായാണ് വന്നടിയാൻ സാധ്യതയുണ്ടെന്ന് കോസ്റ്റ് ഗാർഡിൽ നിന്ന് വിവരം ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കപ്പലിൽ നിന്ന് വീണെന്ന് സംശയിക്കുന്നതായ ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112-ൽ വിളിച്ച് വസ്തു കണ്ടെത്തിയ സ്ഥലം എവിടെയാണെന്ന് വിവരം അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചു. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹറിൻ, മാവേലിക്കര സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിച്ചത്. ഖത്തർ എയർവേസ് വിമാനത്തിൽ രാവിലെ 10 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങി. മന്ത്രി P രാജീവ് ആംബുലൻസുകളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിമാനത്താവളത്തിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും പിന്നീട് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം പനച്ചമൂട് യുവതിയെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. വീടിന് സമീപം യുവതിയെ കുഴിച്ചിട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ്. 48 വയസ്സുള്ള വീട്ടമ്മ പ്രിയംവദയെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് സംശയം. പ്രിയംവദയുടെ സുഹൃത്ത് വിനോദ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ശ്രീനന്ദ SP ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ പ്രിയംവദ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുകയാണ്. പ്രിയംവദയുടെ സുഹൃത്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലേ? ദേവിക, തിരുവനന്തപുരം പനിച്ചമൂടാണ് ഈ യുവതിയെ കുഴിച്ചിട്ടതായി സംശയിക്കുന്നതായി മുൻപ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അത് തീർച്ചപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് വിനോദും സുഹൃത്തും. തിരുവനന്തപുരം പ്രിയംവദയെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റസമ്മതമാണ് ഈ മണിക്കൂറിൽ നമുക്ക് പുറത്ത് പറയാനുള്ളത്. കസ്റ്റഡിയിലുള്ള അയൽവാസിയായ വിനോദാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. അയൽവാസിയും തന്റെ സുഹൃത്തും കൂടെ ചേർന്നാണ് ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന്റെ പിന്നിൽ കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിനോദ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ നിർണായകമായ തെളിവ് അല്ലെങ്കിൽ നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയത് ഈ പ്രതിയുടെ മക്കൾ തൊട്ടടുത്ത വീട്ടിലുള്ള മുത്തശ്ശിയോട് അച്ഛൻ എന്തോ ചാക്കിൽ കെട്ടുന്നതായി താൻ കണ്ടിരുന്നു എന്നൊരു സംശയം പറഞ്ഞിരുന്നു. ഈ ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ ഒരു മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നേരത്ത് പള്ളിയിലെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും എന്തോ ഒരു സംശയം തോന്നി രാവിലെ ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി വീട് കഴുകുന്നതായി താൻ കാണുകയുണ്ടായി. രക്തം കഴുകി ഇറക്കുന്നത് പോലുള്ള ഒരു സംശയം തോന്നിയെന്ന് ഈ പള്ളിയിലച്ഛനോട് പറയുകയും പള്ളിയിലച്ഛൻ വെള്ളാർട പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തതോടെയാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. ശേഷം വെള്ളാർട പോലീസ് ഈ വിനോദിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് കുറച്ചു മുൻപ് ഈ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. താൻ ഈ ഒരു സ്ത്രീയെ കൊന്നു. ശേഷം വീടിന് പുറകിൽ കുഴിച്ചിട്ടതായാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്.
എന്തായാലും ഫോറൻസിക് സംഘം ഉടനെത്തി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂർ ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജീവിക്കാം. ശരി. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ ജീവനൊടുക്കിയെന്ന് സംശയം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ ഉൾപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. അന്ത്യകർമ്മങ്ങളിൽ ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേരുകയാണ്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്? ദേവിക, ഇന്ന് 11:30 വിജയ് രൂപാണിയുടെ DNA പരിശോധന പോസിറ്റീവായത്. വിജയ് രൂപാണിയുടെ അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. ഇത് പിന്നീട് ഇന്നിപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇത് മാച്ച് ചെയ്തതിനെ തുടർന്ന് വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമെടുക്കുകയാണ്. ഇത് എന്ന് നടത്തണമെന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജന്മനാടായ രാജ്ഘട്ടിലാകും അന്ത്യയാത്രയും വിലാപയാത്രയും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങ് നടക്കുക. നമുക്കറിയാം, വിജയ് രൂപാണി ഗുജറാത്തിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. 2016 മുതൽ 2021 വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിന്റെ 16ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി. ഒപ്പം അദ്ദേഹം BJP ഗുജറാത്ത് ഘടകത്തിന്റെ അധ്യക്ഷനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ മരണപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹം പഞ്ചാബിന്റെ പ്രഭാരിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് മരണം അദ്ദേഹത്തെ വിമാന ദുരന്തത്തിന്റെ രീതിയിൽ തേടി വന്നത്. എന്തായാലും വിജയ് രൂപാണിയുടെ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. രാജ്കോട്ടിൽ അദ്ദേഹത്തിന് വിലാപയാത്രയോടുകൂടിയുള്ള ഒരു സംസ്കാര ചടങ്ങ് BJP ഒരുക്കും. ദേവിക. ശരി ഗൗതം. കോവിഡ് വകഭേദം XFG അതിതീവ്രമായി സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 15-ലധികം XFG കേസുകളാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത COVID-19 2 വകഭേദങ്ങൾ കൂടിച്ചേർന്ന ജനിതകപരമായി മാറ്റം വന്നതാണ് XFGയും NB1081ഉം. നേരത്തെ 2 തവണ റിപ്പോർട്ട് ചെയ്ത കോവിഡിനേക്കാൾ വ്യാപനശേഷി കൂടുതലാണ് XFGക്ക്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പഠനപ്രകാരം XFGയിൽ വീണ്ടും ജനിതക സംയോജനങ്ങൾ സംഭവിച്ച് പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത XFG കേസുകളിൽ 15-ലധികം കേസുകൾ കേരളത്തിലാണ്. 2025 ജനുവരിയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് വകഭേദമാണ് NB1081. ഏപ്രിൽ മാസ അവസാനത്തോടെ ചൈന, ഫ്രാൻസ്, ജപ്പാൻ, നെതർലാൻഡ്, സ്പെയിൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിലാണ് ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മറ്റ് COVID-19 വകഭേദങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾക്ക് സമാനമാണ് പുതിയ വകഭേദങ്ങളുടെയും. പനി, വിറയൽ, തലവേദന, രുചിയോ മണമോ നഷ്ടപ്പെടൽ, പേശിവേദന, ഓക്കാനം, ശ്വാസതടസ്സം, തൊണ്ടവേദന, ഛർദി, ക്ഷീണം എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. അതേസമയം ജിനോമിക് അനലൈസിലൂടെ കേരളത്തിൽ പടർന്നു പിടിക്കുന്നത് സംയുക്ത ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസ് ആണോ എന്ന് ആരോഗ്യവകുപ്പ് പഠനം നടത്തി വരികയാണ്. ജനം, തിരുവനന്തപുരം. കൊങ്കൺ റെയിൽപാതയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേ ട്രെയിനുകൾക്ക് ഇന്നു മുതൽ 20 വരെ പുതിയ സമയക്രമമാണ്. മൺസൂൺ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ. യാത്രാ ദുരിതമുണ്ടാക്കാത്ത വിധത്തിൽ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കൊങ്കൺ വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ മൺസൂൺ കാല സമയക്രമമാണ് സദേൺ റെയിൽവേ പുനഃക്രമീകരിച്ചത്. പുതുക്കിയ സമയക്രമം അനുസരിച്ചാണ് ജൂൺ 20 വരെയുള്ള സർവീസുകൾ. പുതിയ ക്രമീകരണം അനുസരിച്ച് തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി ഇനി മുതൽ ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് വൈകിട്ട് 6:25 എറണാകുളം സൗത്തിലെത്തും. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:10 എറണാകുളം സൗത്തിലെത്തും. തിരുവനന്തപുരം നോർത്തിൽ നിന്നും ആരംഭിക്കുന്ന സമ്പർക്കക്രാന്തി, അമൃത്സർ, ഋഷികേശ് തുടങ്ങിയ ട്രെയിനുകൾ രാവിലെ 4:50 പുറപ്പെടുക. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 9:35 എറണാകുളം സൗത്തിലെത്തും. ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫർ ചൊവ്വാഴ്ചകളിൽ എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 തിരുവനന്തപുരത്ത് രാത്രി 11:05 ഈ ട്രെയിൻ എത്തുക. നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ഞായറാഴ്ചകളിൽ എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 തിരുവനന്തപുരത്ത് എത്തുന്ന സമയം രാത്രി 11:05 മൺസൂൺ മഴ, ശക്തമായ കാറ്റ് എന്നിവ കണക്കിലെടുത്ത് ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കൊങ്കൺ റെയിൽവേ പാതയിൽ സമയവേഗ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ജനം, തിരുവനന്തപുരം. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.